Hi everyone, I am Mishra and I am a psychologist. And in this video, I'll be talking about my personal experience with stage fright and anxiety. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഭയങ്കര ഒരു ചെറിയ സ്കൂൾ ടൈമിൽ ഐ തിങ്ക് ടിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിൽ ഐ വാസ് വെരി വെരി ആക്റ്റീവ് ഇൻ ദ സ്കൂൾ. എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ചാടിക്കയറി എൻ്റെ പേര് കൊടുത്ത് I wanted to participate in all the programs. എന്ത് ഈവൻറ്റ് ഉണ്ടെങ്കിലും I'll be the first person in the ആ ഒരു ക്യൂവിൽ പോയി നിൽക്കുന്നത്, അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനെ ഒരു ഫിഫ്ത്ത് കഴിഞ്ഞ് ഒരു സിക്സ്ത്തിലേക്ക് വന്നപ്പം ഞാനൊരു വേറെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നു. സ്റ്റിൽ ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് എവറിത്തിങ്. എന്തിനെ പറ്റിയും ഭയങ്കര ഈഗർനെസ്സോടുകൂടി നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു ഞാൻ. പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ദർ വാസ് വൺ മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേജ് ഫ്രൈറ്റ് എന്താണെന്ന് കാണുന്നത്. അതിന് മുന്നേ വരെ മേ ബി ഐ ഹാവൻ നോട്ടീസ്ഡ് റൈറ്റ്. കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പേടി ഒരു സാധനം ഇല്ല. ഞാൻ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് എടുക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഈ സിക്സ് സ്റ്റാൻഡേർഡിൽ ഈ ഒരു സ്കൂളിലേക്ക് വന്നപ്പം എന്തോ ക്ലാസ്സിൽ ടീച്ചർ ആരോ ഒരു കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് വെച്ചിട്ട് ബുക്ക് വായിപ്പിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ആ കുട്ടി വായിക്കുമ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഷിവറിങ് ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ അങ്ങനെ ഒരു കാര്യം കാണുന്നത്. ആൻഡ് ഇന്ന് ബിക്കോസ് ഇപ്പം ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്, ഒരാളുടെ മനസ്സിലൂടെ എങ്ങനെയാണ് അത് പോകുന്നതെന്ന് ഇപ്പം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഐ ക്യാൻ സേ ദാറ്റ് ഐ വാസ് വെരി എംപത്തറ്റിക് അബൌട്ട് ഇറ്റ്. ആ ഒരു കാര്യം കണ്ടത് കറക്റ്റ് എൻ്റെ ഹൃദയത്തിൻ്റെ എങ്ങോട്ടുമാണ് കയറിപ്പോയത്. ആ കുട്ടി പോയ ഒരവസ്ഥ, വാട്ട് ഷീ വാസ് ഫീലിംഗ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുമ്പം ആ ഒരു സ്കെയറി ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഫ്രം ദെൻ ഐ സ്റ്റാർട്ടഡ് ബിക്കമിങ് ദാറ്റ് ഗേൾ. എന്നെ അറിയാവുന്ന പലരും ഇത് വിശ്വസിക്കില്ല, പക്ഷേ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പലർക്കും ഹാവ് സീൻ ദിസ് ഹാപ്പനിങ് ടു മീ. ഞാൻ വളരെ എക്സ്ട്രോവേർട്ടായിട്ട് എല്ലായിടത്തും ഓടിച്ചാടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. പക്ഷേ വൈൽ കമ്മിങ് ടു ദ സ്റ്റേജ് ഐ എം ദാറ്റ് പേഴ്സൺ. ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ആയിട്ട് ഫ്രോസായിട്ടും, ആക്ച്വലി ഫ്രോസ് ആയി നിൽക്കില്ല, ഐ വിൽ ഡൂ തിങ്സ് ബട്ട് ഭയങ്കര ഷിവറിങ്ങും അങ്ങനെ ഭയങ്കര ഓക്വേർഡ് എംബാരസിങ് മൊമെൻറ്റ്സ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര എംബാരസിങ് മൊമെൻറ്റ്സ് ഉണ്ടായാലും ഞാൻ പിന്നെയും പോയി സ്റ്റേജിൽ കയറും, പിന്നെയും കോമഡി ആക്കും, തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ആ സമയത്ത് ഈവൻ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. എങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഞാൻ റൂമിൽ പോയിരുന്നു ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരുന്ന് കരഞ്ഞ് അങ്ങനത്തെ ഒരു സീനായിരുന്നു. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ വാസ് ഗോയിങ് ത്രൂ. കാരണം എനിക്ക് ഉള്ളിൽ ഐ എം വെരി കോൺഫിഡൻറ്റ്, പക്ഷേ വൈൽ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പം ഐ ഫീൽ സോ എംപ്റ്റി, അല്ലെങ്കിൽ ആ ഒരവസ്ഥ ഭയങ്കര ഓക്വേർഡ് അവസ്ഥയാണ്. അതാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ആൻസൈറ്റി. വാട്ട്, അത് എൻ്റെ കാര്യത്തിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ബിക്കോസ് ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ്. ഞാൻ ഒരു ഫ്ലൈറ്റ് മോഡ് അല്ല, ഐ റിയലി വോണ്ട് ടു ഡു ഇറ്റ്. ഒരു ഫൈറ്റ് മോഡ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഐ എം നോട്ട് ഏബിൾ ടു കോപ്പ് വിത്ത് ഹൗ ഐ എം ഫീലിംഗ്, എൻ്റെ ഒരു നെഗറ്റീവ് തോട്ട്. സോ ഇപ്പം ഇന്ന് ആ ഒരു മേഖലയിൽ നിൽക്കുമ്പം ഐ ക്യാൻ സേ ദാറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഐ ഡിഡ് ദിസ് ഒരു പ്രാവശ്യം സ്റ്റേജിൽ നിന്ന് ചേർത്ത് ഞാൻ വിറച്ചു, ഞാൻ ഇങ്ങനെയാക്കി, സോ ഐ വിൽ കീപ് റിപ്പീറ്റിംഗ് ദിസ് എന്നുള്ള ഒരു സാധനം ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു തുടങ്ങി. സോ വെനെവർ ഐ ഡു ദിസ് ഈസ് ഹൗ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്. സോ മിർഷ ഈസ് ഓൾവേസ് എ ഫെയിലിയർ, സോ this is how she's gonna end up and audience are gonna mock her. ആ ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഞാൻ തന്നെ പഠിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ലേണിംഗ് ബിഹേവിയർ ആയിരുന്നു അത്. ആൻഡ് ആ ബിഹേവിയർ ഞാൻ ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞു. സോ അൺടിൽ ഐ ചേഞ്ച്, ഇഫ് ഐ ഡോണ്ട് ഗോ ബാക്ക് ടു ദിസ് തോട്ട്, ആ തോട്ട് ഞാൻ വർക്ക് ചെയ്യാത്ത അത്രയും കാലം അത് മാറില്ലായിരുന്നു. സോ അങ്ങനെയായിരുന്നു. സോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നെങ്കിലും പിന്നെ ഞാനൊരു സ്റ്റെപ്പ് ബാക്കോട്ട് നിൽക്കും. വൈ? ബിക്കോസ് ലാസ്റ്റ് അത് എംബാരസിങ് ഒരു സിറ്റുവേഷനിലേക്ക് പോവും. പിന്നെ ഇത് നമ്മൾ ആരോട് ചോദിക്കണം എന്നറിയില്ല, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ. എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തു അതാണ്. സോ ബേസിക്കലി അതുകൊണ്ടായിരിക്കും മേ ബി അല്ല, ആക്ച്വലി I took this career because I wanted to learn about myself and I wanted to help myself.
എൻ്റെ ആ ഒരു ബിഹേവിയർ എന്താണെന്ന് എനിക്ക് സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് അറിയത്തില്ല, പക്ഷേ ഐ തോട്ട് സൈക്കോളജി വിൽ ഹെൽപ്പ് മീ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കരിയറിലേക്ക് ലാൻഡ് ചെയ്തത് തന്നെ. ആൻഡ് ആക്ച്വലി ഇറ്റ് ഡിഡ് ഹെൽപ്പ് മീ. എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി, ലൈക്ക് അതിനെ ഞാൻ ചലഞ്ച് ചെയ്യാൻ. ആൻഡ് ഇത് ആൻസൈറ്റി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഐ ഹോപ്പ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ചലഞ്ച്, ഐ നോ ദിസ്. പക്ഷേ അൺടിൽ ആൻഡ് അൺലെസ് വി ചലഞ്ച് അവർ സെൽഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു സൈക്കോളജിയിൽ ഒരു ടെക്നിക്ക് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ദർ ഈസ് നോ ദാറ്റ് റൈറ്റ് ടൈം ടു തിങ്ക് ഡിഫറെൻ്റ്ലി, ടു ആക്ട് ഡിഫറെൻ്റ്ലി, ഓർ ഫീൽ ഡിഫറെൻ്റ്ലി, ടു ആക്ട് ഡിഫറെൻ്റ്ലി. നമ്മൾ ചില സമയത്ത് നമ്മൾ വി ഹാവ് ടു ആക്ട്, നമ്മൾ ചില സമയത്ത് വി ഹാവ് ടു പുഷ് അവർ സെൽഫ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും വി സ്റ്റാർട്ട് റിയലൈസിങ്, ഓ ഡിഡ് ഐ ഹാവ് ദിസ് തിങ് ഇൻ മീ. എൻ്റെ ഉള്ളിൽ ഈ കഴിവുണ്ടായിരുന്നു. ഓക്കെ, നമ്മളൊരു പാർട്ടിയിൽ പോകുമ്പം അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ഷേക്ക് ഹാൻഡ് കൊടുത്താലേക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ഓക്കെ ഐ ക്യാൻ ഡൂ ദിസ്. ഒരാളോട് എനിക്ക് സംസാരിക്കാൻ പറ്റും, ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിയുമ്പോഴായിരിക്കും. ആൻഡ് ഐ എം പ്രെറ്റി ഷുവർ ഇത് കേൾക്കുന്ന ആരാണെങ്കിലും യു മൈറ്റ് ഹാവ് ഹാഡ് ദറ്റ് വൺ മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ് വെർ യു ഫെൽ ലൈക്ക് ഓക്കെ, ഓ എനിക്കിത് പറ്റുമായിരുന്നു എന്നുള്ളത്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് വാസ് അബൌട്ട് ആൻസൈറ്റി. സോ വി ഹാവ് ടു ചലഞ്ച് അവർ സെൽഫ് ടു കം ഔട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ടാണ് നൗ ഐ ക്യാൻ പ്രൗഡ്ലി സേ ഐ എം ഡൂയിങ് തിങ്സ് വിച്ച് ഐ ലവ് ഡൂയിങ്. ആൻഡ് ഫുള്ളി ഞാൻ അത് മാറി എന്നല്ല, പക്ഷെ സ്റ്റിൽ റിയലി ഒത്തിരി 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 എനിക്ക് നന്നായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ എം ഹെൽപ്പിംഗ് മൈസെൽഫ് ആൻഡ് hopefully I'm helping other people as well. So that's it. Adore quickly I just wanted to share it with people. Thank you.